ഇനി നമുക്ക് സ്റ്റാറ്റസ് രജിസ്റ്ററിലെ സീറോ ക്യാരി ബിറ്റുകളെ കുറിച്ച് പഠിക്കാം. അഡീഷൻ ഇൻസ്ട്രക്ഷനുകളായ ആഡ് LW, ആഡ് WF ഇവ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കരുതുക. അപ്പോൾ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ ആദ്യത്തെ ബിറ്റായ ക്യാരി ബിറ്റ് 1 ആയി മാറും. ഇത് നമുക്ക് ക്യാരി ഒരു അഡീഷൻ പ്രോസസ്സിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിനുള്ള ഫ്ലാഗ് ബിറ്റാണ്. ആഡ് LW, ആഡ് WF എന്നീ രണ്ട് ഇൻസ്ട്രക്ഷനുകളിലും ക്യാരി ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ക്യാരി ബിറ്റ് 1 ആയി മാറും. ക്യാരി ഇല്ലാത്ത അഡീഷൻ ആണെങ്കിൽ, ക്യാരി ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആ 0th ബിറ്റിൽ 0 ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെ സെക്കൻഡ് ബിറ്റ്, സ്റ്റാറ്റസ് രജിസ്റ്ററിലെ സെക്കൻഡ് ബിറ്റ് അഡീഷന് ശേഷം 8 ബിറ്റും 0 ആയിട്ടാണ് റിസൾട്ട് ഉണ്ടാകുന്നതെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ സെക്കൻഡ് ബിറ്റായി 1 ആയി മാറും. അതായത് റിസൾട്ടിലെ 8 ബിറ്റുകളും 0 ആയി വരുന്ന സന്ദർഭങ്ങളിലാണ് 0 ബിറ്റ് 1 ആയി തീരുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ 0th ബിറ്റും സെക്കൻഡ് ബിറ്റിനെയും നാം ഫ്ലാഗ് ബിറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. സബ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷനുകളിൽ ബോറോ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോഴും ക്യാരി ബിറ്റ് 1 ആയി മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് 0th ബിറ്റ്, അതിനെ നമ്മൾ ക്യാരി എന്നോ അല്ലെങ്കിൽ ബോറോ എന്നോ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സബ് LW, സബ് WF എന്നീ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ബോറോ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ആദ്യത്തെ ബിറ്റ്, അതായത് 0th ബിറ്റ് 1 ആയി മാറും. അതുപോലെ തന്നെ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആയ CLRF, CLRW ഈ ഇൻസ്ട്രക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ സെക്കൻഡ് ബിറ്റ് 1 ആയി മാറും. നമ്മൾ നേരത്തെ കണ്ടു, എല്ലാ ബിറ്റുകളും 0 ആയി മാറുകയാണ് ചെയ്യുന്നത്. CLRF, CLRW ഈ ഇൻസ്ട്രക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 8 ബിറ്റുകളും 0 ആയി മാറുകയാണ് ചെയ്യുന്നത് ആ രജിസ്റ്ററിലെ. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ 0 ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഇൻസ്ട്രക്ഷനുകളെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഇൻക്രിമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രജിസ്റ്ററിലെ ഡാറ്റയോട് 1 കൂട്ടുന്നതിനെയാണ്. അതുപോലെ തന്നെ ഡിക്രിമെന്റ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിലെ ഡാറ്റയിൽ നിന്ന് 1 കുറയ്ക്കുന്നതിനെയാണ്. ഇവിടെ നമുക്ക് ഉദാഹരണമായി തന്നിരിക്കുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് 84H എന്ന ഹെക്സാഡെസിമൽ നമ്പറാണ്. അതിൽ നിന്ന് 1 അതിനോടൊപ്പം 1 കൂട്ടിക്കഴിയുമ്പോൾ 85H എന്ന ഹെക്സാഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടുക. അതാണ് ഈ രജിസ്റ്ററിൽ വന്നിട്ടുള്ള മാറ്റം. എന്താണ് ആ ഇൻസ്ട്രക്ഷൻ എന്ന് നോക്കാം. INCF F,D increment the content of the register file F. If D equal to 0, the result is stored in working register. If D equal to 1, the result is stored in file register. അപ്പോൾ ഇവിടെ 4CH എന്ന രജിസ്റ്ററിലെ കണ്ടന്റ് 84 എന്ന ഹെക്സാഡെസിമൽ നമ്പറാണ്. അതിനോടൊപ്പം 1 കൂട്ടിക്കഴിയുമ്പോൾ 85 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ INCF 4CH, 1. ഇവിടെ ഡിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് 4CHൽ തന്നെയായിരിക്കും. ഇവിടെ ഇൻസ്ട്രക്ഷൻ INCF 4CH, 0 എന്നാണ്. ഡിയുടെ വാല്യൂ 0 ആണ്.
അതുകൊണ്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് വർക്കിംഗ് രജിസ്റ്ററിലായിരിക്കും. അങ്ങനെ 85H വർക്കിംഗ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇവിടെ ഡിക്രിമെന്റ് ഇൻസ്ട്രക്ഷനാണ് നൽകിയിട്ടുള്ളത്. ഒരു രജിസ്റ്ററിലെ കണ്ടന്റിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതിനാണ് ഡിക്രിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ 4CH എന്ന രജിസ്റ്ററിലെ കണ്ടന്റ് 84H ആണ്. അതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 83H ആണ്. അതിനായി നാം ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ DCF F,D എന്ന ഇൻസ്ട്രക്ഷനാണ്. അതായത് DCF 4CH, 1. ഇവിടെ ഡിയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ 4CHൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യപ്പെടുക വർക്കിംഗ് രജിസ്റ്ററിലായിരിക്കും. ഈ എക്സാമ്പിളിൽ ഡിയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിൽ സൂക്ഷിക്കപ്പെടും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ DCF 4CH, 0. അടുത്തതായി എന്താണ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് നോക്കാം. നാം ഇതുവരെ പഠിച്ച ഇൻസ്ട്രക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായ ഇൻസ്ട്രക്ഷനുകളാണ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. ഇതുവരെ നാം കണ്ട എല്ലാ ഇൻസ്ട്രക്ഷനുകളിലും ഡാറ്റ മാറുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് മാറ്റമുണ്ടായി കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് മറ്റൊരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു രജിസ്റ്ററിലെ കണ്ടന്റിനെ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്ന പ്രോഗ്രാം എക്സിക്യൂഷനാണ് ഈ ഇൻസ്ട്രക്ഷനുകളുടെ പ്രത്യേകത. ഇതിലാദ്യമായി നാം കാണുന്നത് BTFSC F,B എന്ന ഇൻസ്ട്രക്ഷനാണ്. ബിറ്റ് ടെസ്റ്റ് ഫയൽ സ്കിപ്പ് ഇഫ് ക്ലിയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഒരു രജിസ്റ്ററിലെ ഒരു ബിറ്റ് പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യണമോ വേണ്ടയോ എന്നാണ് ഈ ഇൻസ്ട്രക്ഷനിലൂടെ ചെയ്യുന്നത്. അതായത് നാം ഇപ്പോൾ കാണുന്ന ഈ രജിസ്റ്ററിൻ്റെ കണ്ടന്റിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ആ രജിസ്റ്ററിൻ്റെ കണ്ടന്റിനെ ആശ്രയിച്ചുകൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലെ ഏത് ഇൻസ്ട്രക്ഷനാണ് അടുത്തതായി ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ തീരുമാനിക്കപ്പെടുന്നത്. പോർട്ട് B എന്ന രജിസ്റ്ററിലെ മൂന്നാമത്തെ ബിറ്റിനെ ആശ്രയിച്ചാണ് BTFSC പോർട്ട് B, 3 എന്ന ഇൻസ്ട്രക്ഷൻ എഴുതിയിരിക്കുന്നത്. 8 ബിറ്റ് പോർട്ട് B എന്ന രജിസ്റ്ററിലെ മൂന്നാമത്തെ ബിറ്റിൽ ഇവിടെ 0 ആണ് കണ്ടന്റ്. ഈ 0 കണ്ടന്റ് ആയിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യണം എന്നാണ് ഈ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ബിറ്റ് ടെസ്റ്റ് ഫയൽ സ്കിപ്പ് ഇഫ് ക്ലിയർ. ക്ലിയർ മീൻസ് 0 ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നമ്മുടെ പ്രോഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണമായി തന്നിരിക്കുന്ന പ്രോഗ്രാമിൽ BTFSC പോർട്ട് B, 3 എന്ന ഇൻസ്ട്രക്ഷന് ശേഷം വരുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതില്ല, അതിനടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് നമുക്ക് പോകാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് പോർട്ട് ബിയിലെ മൂന്നാമത്തെ ബിറ്റ് 0 ആണെങ്കിൽ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ടതില്ല, അതിനടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് നമുക്ക് പോകാം. മറ്റൊരു കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ് BTFSS F,B. ഇവിടെ BTFSC F,Bയിൽ നിന്ന് വ്യത്യസ്തമായി നേരെ വിപരീതമായ ഒരു ഫലമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സെലക്ട് ചെയ്തിരിക്കുന്ന ബിറ്റിൽ 1 ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ല 0 ആണെങ്കിൽ
തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും BTFSC F,B എന്ന ഇൻസ്ട്രക്ഷന് തുല്യമാണ് ഈ ഇൻസ്ട്രക്ഷന്. ഇവിടെ പോർട്ട് B എന്ന രജിസ്റ്ററിലെ മൂന്നാമത്തെ ബിറ്റാണ് നാം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. BTFSS പോർട്ട് B, 3. മൂന്നാമത്തെ ബിറ്റ് 1 ആകുകയാണെങ്കിൽ, സെറ്റ് ആയിരിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നാണ്. ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് 1 ആണ് മൂന്നാമത്തെ ബിറ്റ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെ, തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോകുന്നു. എന്നാൽ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ 0 ആയിരുന്നുവെങ്കിൽ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ഇവിടെ BTFSS പോർട്ട് B, 3 എന്ന ഇൻസ്ട്രക്ഷന് ശേഷം വരുന്ന ഏത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ശരി, ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഒരു കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ് തന്നിരിക്കുന്നത്. INCF SZ F,D. മുമ്പ് നാം കണ്ട ഇൻക്രിമെന്റ് ഇൻസ്ട്രക്ഷനും കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെയും ചേർന്ന രണ്ട് തരം ഇൻസ്ട്രക്ഷൻ ചേർന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. INCF എന്നതുകൊണ്ട് നാം നേരത്തെ കണ്ടത് ഒരു രജിസ്റ്ററിന്റെ കണ്ടന്റിനോട് ഒന്ന് കൂട്ടുന്നതാണ്. അതിനോടൊപ്പം അങ്ങനെ കൂട്ടിക്കിട്ടുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് എല്ലാ ബിറ്റുകളും 0 ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ആ പ്രോഗ്രാമിലെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യാതെ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോകുക എന്നാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്നാമത്തേത്, രജിസ്റ്ററിലെ കണ്ടന്റിനോടൊപ്പം ഒന്ന് കൂട്ടി റിസൾട്ട് ആ രജിസ്റ്ററിലോ വർക്കിംഗ് രജിസ്റ്ററിലോ പോകും. രണ്ടാമത്തേത്, ഇപ്പോൾ കിട്ടിയ കണ്ടന്റ് എല്ലാ ബിറ്റുകളും 0 ആണെങ്കിൽ നാം ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിലെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ഒഴിവാക്കി അതിനടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ ഈ ഉദാഹരണമായി തന്നിരിക്കുന്നത് FF എന്ന ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 25H എന്ന രജിസ്റ്ററിലുള്ളത്, 25H എന്ന രജിസ്റ്ററിലുള്ളത്. അതിനോടൊപ്പം നാം ഒന്ന് കൂട്ടുമ്പോൾ നമുക്കറിയാം 9ാമത്തെ ബിറ്റ് 1 ആവുകയും ബാക്കി ഈ 8 ബിറ്റുകളും 0 ആവുകയും ചെയ്യും. FFനോട് ഒന്ന് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹെക്സാഡെസിമൽ വാല്യൂ ആയ 100 എന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 8 ബിറ്റുകളും 0 ആയിരിക്കും. ആ സമയത്ത് ഇവിടെ DECF FZ 25H,1 എന്ന ഇൻസ്ട്രക്ഷന് ശേഷം വരുന്ന ഇൻസ്ട്രക്ഷൻ ചെയ്യില്ല. അതിന് ശേഷമുള്ള റിട്ടേൺ എന്ന ഇൻസ്ട്രക്ഷനാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇനി അവിടെ 0 അല്ല, ഏതെങ്കിലും ഒരു ബിറ്റ് ഇവിടെ വാല്യൂ ഉള്ള 1 ആണ് കാണുന്നതെങ്കിൽ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ ഈ ഇൻസ്ട്രക്ഷനിൽ മുമ്പ് പഠിച്ച രണ്ട് കാര്യങ്ങൾ, അതായത് ഡാറ്റ രജിസ്റ്ററിലെ ഡാറ്റയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനും കൂടിയാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലെ ഏത് ഇൻസ്ട്രക്ഷനാണ് അടുത്തതായി ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും കൂടിയാണ് ഈ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഇതാണ്, INCF SZ F,D. മുമ്പ് നാം കണ്ട ഇൻസ്ട്രക്ഷനുകളിലെ എല്ലാ ഇൻസ്ട്രക്ഷനിലും കണ്ടതുപോലെ തന്നെ ഇവിടെ ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിലായിരിക്കും സൂക്ഷിക്കുക. ഡിയുടെ വാല്യൂ 1 ആണെങ്കിൽ ഏതാണോ ഫയൽ രജിസ്റ്റർ ആ രജിസ്റ്ററിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്നത്
25H, 1 ആണെന്നാണ്. അതുകൊണ്ട് റിസൾട്ട് 25Hൽ തന്നെ വരുന്നു. അതോടൊപ്പം കണ്ടീഷണൽ ചേഞ്ചും ഉണ്ടാകും. മറ്റൊരു കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ് DCF SZ F, D. ഇവിടെ മുൻപ് നാം കണ്ട ഇൻസ്ട്രക്ഷനിൽ നിന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എഫ് എന്ന രജിസ്റ്ററിലെ കണ്ടന്റിൽ നിന്ന് 1 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. റിസൾട്ട് എല്ലാ ബിറ്റുകളും 0 ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ഇൻസ്ട്രക്ഷനിൽ നിന്ന് ഉള്ള ഏക വ്യത്യാസം ആ രജിസ്റ്റർ, നമ്മളെ ഫയൽ രജിസ്റ്ററിലെ കണ്ടന്റിൽ നിന്ന് 1 കുറയ്ക്കുകയാണ്. ഈ INCF SZ എന്ന ഇൻസ്ട്രക്ഷനിൽ 1 കൂട്ടുകയായിരുന്നെങ്കിൽ DCF SZൽ 1 കുറയ്ക്കുകയാണ്, ഡിക്രിമെന്റ് ആണ് നടക്കുന്നത്. ഇവിടെ എക്സാമ്പിളായി നൽകുന്നത് 84H എന്ന ഹെക്സാഡെസിമൽ വാല്യൂ 4CH എന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു, അതായത് 84ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 83 ആണ് ലഭിക്കുന്നത്. അതായത് ഇതിപ്പോഴേ രജിസ്റ്ററിലെ കണ്ടന്റ് 0 അല്ല, എല്ലാ ബിറ്റുകളും 0 അല്ല. അതുകൊണ്ട് തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ INCF SZ, DCF SZ ഈ 2 ഇൻസ്ട്രക്ഷനുകളിലും 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ, മറ്റൊന്ന് കണ്ടീഷണൽ ബ്രാഞ്ച് എക്സിക്യൂഷനും. ഈ 2 കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ റിസൾട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് 4CHലാണ്, ഡിയുടെ വാല്യൂ 1 ആയതുകൊണ്ട്. ഇവിടെ ഡിയുടെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ കുറഞ്ഞു വരുന്ന ഡാറ്റ സൂക്ഷിക്കുന്നത് വർക്കിംഗ് രജിസ്റ്ററിലായിരിക്കും.